Hello, welcome to Red Short Talks. നിഫ്റ്റി 50 വില വിശകലനം ഒക്ടോബർ 6. അപ്പോൾ ഇത് വരാനിരിക്കുന്ന തിങ്കളാഴ്ച ഒക്ടോബർ 6 2025 നമ്മുടെ നിഫ്റ്റി 50 എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചുള്ള വിശകലനമാണ്. നമുക്ക് ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമായി നോക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒക്ടോബർ 3 മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എവിടെയാണെന്ന് ഓർക്കുന്നത് നല്ലതാവും അല്ലേ? 24,894.25 ആ ലെവലിലായിരുന്നു ക്ലോസിംഗ്. ഈ വിശകലനം പറയുന്നത് ഒരു പ്രധാന സപ്പോർട്ട് സോൺ ഉണ്ടല്ലോ, ഏകദേശം 24,600, 24,700. അവിടെ നിന്ന് നല്ലൊരു മുന്നേറ്റം കിട്ടിയ ശേഷമാണ് നിഫ്റ്റി ഇവിടെ എത്തിയത്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് സോണിനെ ഫേസ് ചെയ്യാൻ റെഡിയാവുന്നു. പിന്നെ ഇതിലെ RSI, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, ഏകദേശം 66-68 ആണെന്നും പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ അതേസമയം ചെറിയ ടൈം ഫ്രെയിം, ഒരു 15 മിനിറ്റ് ചാർട്ടൊക്കെ നോക്കിയാൽ ഒരു ഓവർബോട്ട് സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സൂചനയും ഉണ്ട്. അതായത് ചിലപ്പോൾ ഈ അടുത്തുള്ള കയറ്റം കുറച്ച് ഫാസ്റ്റ് ആയിരുന്നോ, ഒരു ചെറിയൊരു തളർച്ച സാധ്യതയുണ്ടോ? എന്തായാലും നമുക്കിതിൻ്റെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? എന്തൊക്കെയാണ് ഇതിലെ പ്രധാന ആശയങ്ങൾ? തീർച്ചയായും. ഈ വിശകലനത്തിലെ ഏറ്റവും ഹൃദയം എന്നു തന്നെ പറയാം, അത് ഈ കീ ലെവലുകളാണ്, പ്രധാനപ്പെട്ട വില നിലവാരങ്ങൾ. ഇപ്പോ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആർക്കും ഇത് വളരെ പ്രധാനമാണ്. കാരണം മാർക്കറ്റ് എവിടെ സപ്പോർട്ട് എടുക്കാം, അതായത് ഡിമാൻഡ് സോൺ എവിടെയാണ്, കൂടുതൽ വാങ്ങാൻ ആള് വരാൻ സാധ്യതയുള്ള സ്ഥലം, അതുപോലെ എവിടെ തടസ്സം നേരിടാം, റെസിസ്റ്റൻസ് സോൺ, എവിടെ സെല്ലേഴ്സ് ചിലപ്പോൾ സ്ട്രോങ് ആവാം. ഇത് മനസ്സിലാക്കുന്നതൊരു ഡയറക്ഷൻ തരും, നമ്മുടെ തീരുമാനങ്ങൾക്കൊരു വഴികാട്ടി പോലെ. അത് ശരിയാണ്. ഇവിടെ പ്രധാന സപ്പോർട്ട് സോണായിട്ട് പറയുന്നത് 24,600, 24,700 ആണല്ലോ. മുമ്പ് അവിടെ വില വന്നപ്പോൾ വാങ്ങാൻ ആൾക്കാർ താല്പര്യം കാണിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു വീഴ്ച വന്നാൽ ഇതൊരു പ്രധാനപ്പെട്ടൊരു താങ്ങായിരിക്കും. അതിൻ്റെ തൊട്ടുമുകളിൽ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 24,800 പറയുന്നുണ്ട്, വെള്ളിയാഴ്ച ക്ലോസിംഗിന്റെ തൊട്ടു താഴെയായിട്ട്. അതുപോലെ പ്രധാനമാണ് റെസിസ്റ്റൻസ് ലെവലുകൾ, തടസ്സങ്ങൾ. ഏറ്റവും അടുത്തുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 24,950, 25,000 സോണാണ്. ഇത് വളരെ ക്രൂഷ്യലാണ്. ഈ 25,000 എന്നതൊരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്, ഒരു റൗണ്ട് നമ്പർ. പലപ്പോഴും ഇത്തരം ലെവലുകളിൽ മാർക്കറ്റ് ഒന്ന് മടിച്ചു നിൽക്കുന്നത് കാണാറുണ്ട്. അവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങും പുതിയ എൻട്രികളുമൊക്കെ നടക്കാം. ശരിക്കും ഒരു യുദ്ധക്കളം പോലെയാണത്. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ഈ അനാലിസിസ് പറയുന്നത് അടുത്ത ടാർഗറ്റുകൾ 25,100, 25,200, അതിനു മുകളിൽ 25,300, 25,400 എന്നൊക്കെയാണ്. അപ്പോൾ ഈ 25,000 എന്ന കടമ്പ അത് കടക്കുന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഈ ലെവലുകളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വാങ്ങാനുള്ള അവസരങ്ങൾ, അതായത് ലോങ് അല്ലെങ്കിൽ ബൈ എൻട്രീസിനെ കുറിച്ച് ഈ അനാലിസിസ് എന്താണ് പറയുന്നത്? എപ്പോഴാണ് ഒരു പോസിറ്റീവ് മൂവിൽ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്? 2 സാഹചര്യങ്ങൾ പറയുന്നുണ്ടല്ലേ? അതെ, 2 വ്യത്യസ്ത സിനാരിയോകളാണ് പറയുന്നത്. ഒന്നാമത്തത് വില ചെറുതായി താഴോട്ട് വരുമ്പോൾ വാങ്ങുന്നത്, ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി എന്ന് പറയാം. അതായത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണെങ്കിലും ഇടയ്ക്ക് ചെറിയ പുൾബാക്കുകൾ ഉണ്ടാവും, ആ അവസരം നോക്കി വാങ്ങുക. ഈ അനാലിസിസിൽ പറയുന്നത് വില ഏകദേശം 24,820, 24,850 ആ റേഞ്ചിലേക്ക് അങ്ങോട്ട് ചെറുതായിട്ട് ഇറങ്ങി വന്നാൽ വാങ്ങുന്നതിനെ കുറിച്ചാണ്. ഈ ഏരിയ ഒരു ഷോർട്ട് ടേം സപ്പോർട്ടായിരിക്കാം എന്നൊരു അനുമാനത്തിൽ. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, അതായത് നമ്മൾ തെറ്റാണെങ്കിൽ എവിടെ എക്സിറ്റ് ചെയ്യണം എന്ന ലെവൽ, അത് 24,780 താഴെ വയ്ക്കാനും, ടാർഗറ്റ്സ് ഒരു 24,950 അല്ലെങ്കിൽ ആ മെയിൻ റെസിസ്റ്റൻസ് 25,000 ആകാമെന്നും പറയുന്നു. സ്റ്റോപ്പ് ലോസ് ഒരു ഇൻഷുറൻസ് പോലെയാണല്ലേ? അതെ, കൃത്യം. സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഈ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിക്ക് പിന്നിലുള്ള ലോജിക്ക് നിലവിലെ ട്രെൻഡ് സ്ട്രോങ് ആണ്, ചെറിയ ഇറക്കങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നതാണ്. ആ സ്റ്റോപ്പ് ലോസ് ലെവൽ 24,780 അത് ബ്രേക്ക് ആയാൽ ഒരുപക്ഷെ നമ്മുടെ അനുമാനം തെറ്റായിരിക്കാം. അപ്പോൾ ആ ട്രേഡിൽ നിന്നും മാറുന്നതാണ് നല്ലത്. ശരി. ഇനി രണ്ടാമത്തെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി, ഇത് കുറച്ചുകൂടെ ഒരു അഗ്രസീവ് അപ്രോച്ചാണെന്ന് തോന്നുന്നു. അതായത് ആ 25,000 എന്ന റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ വാങ്ങുന്നത് ബ്രേക്ക് ഔട്ട് ബൈയിങ് എന്ന് പറയുമല്ലേ? അതെ, ഒരു പ്രധാന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഡയറക്ഷനിലൊരു പുതിയ മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ആശയമാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിന് പിന്നിൽ.
ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇങ്ങനെ വാങ്ങിയാൽ സ്റ്റോപ്പ് ലോസ് 24,950 താഴെ, ടാർഗറ്റ്സ് 25,100, 25,200, ഒരു പക്ഷേ 25,300 വരെയും സാധ്യതയുണ്ടെന്നും പറയുന്നു. ഈ വോളിയം കൺഫർമേഷൻ എന്ന പോയിന്റ് അത് വളരെ പ്രധാനമാണിവിടെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ വില ഒരു ലെവൽ കടക്കും, പക്ഷെ അവിടെ വലിയ താൽപ്പര്യമുണ്ടാവില്ല വാങ്ങാൻ. ഇതൊരു ഫേക്ക് ഔട്ട് ആകാം, ഒരു ട്രാപ്പ്, വില പെട്ടെന്ന് താഴോട്ട് വരാം. പക്ഷേ നല്ല വോളിയത്തോടെയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം കൂടുതൽ ആളുകൾ ആ നീക്കത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ആ മൂവ്മെന്റ് തുടരാനുള്ള സാധ്യത അത് കൂടുതലാണ്. അതുകൊണ്ടാണ് വോളിയം ശ്രദ്ധിക്കാൻ പറയുന്നത്. ഒരു പാർട്ടിക്ക് ആളുകൂടിയാൽ ഒരു ഉഷാറില്ലേ, അതുപോലെ. നല്ല ഉദാഹരണം. ഓക്കെ, അപ്പോൾ വാങ്ങാനുള്ള സാധ്യതകൾ ഇതൊക്കെയാണ്. ഇനി മറിച്ച് ചിന്തിക്കുന്നവർക്ക്, മാർക്കറ്റ് താഴോട്ട് പോകും എന്ന് കരുതുന്നവർക്ക്, അതായത് ഷോർട്ട് സെല്ല് ചെയ്യാൻ നോക്കുന്നവർക്ക് ഈ വിശകലനം എന്ത് അവസരങ്ങളാണ് പറയുന്നത്? ഇവിടെയും 2 സിനാരിയോസ് ഉണ്ടല്ലേ? അതെ, മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് മാത്രം പോകില്ലല്ലോ, താഴോട്ടുള്ള മൂവ്മെന്റ്സും ഉണ്ടാവും. അതിൽ നിന്നും പ്രോഫിറ്റ് എടുക്കാൻ നോക്കുന്ന രീതിയാണ് ഷോർട്ട് സെല്ലിംഗ്. ഇവിടെയും 2 പ്രധാന സ്ട്രാറ്റജികളാണ് ഈ അനാലിസിസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തേത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രധാന റെസിസ്റ്റൻസ് സോൺ 24,950, 25,000, അവിടെ എത്തുമ്പോൾ വിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു റിജക്ഷൻ സംഭവിച്ചാൽ, അതായത് വില മുകളിലോട്ട് പോകാൻ നോക്കുന്നു പക്ഷേ സെല്ലേഴ്സ് അതിനെ താഴോട്ട് തള്ളുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഷോർട്ട് ചെയ്യാം. അതിനുദാഹരണമായിട്ട് ഈ ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് കാൻഡിൽ പാറ്റേൺസിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതൊക്കെ ആ റെസിസ്റ്റൻസിൽ സെല്ലേഴ്സ് പിടിമുറുക്കുന്നതിൻ്റെ സിഗ്നൽസ് ആണല്ലോ. ഇങ്ങനെ വന്നാൽ സ്റ്റോപ്പ് ലോസ് 25,050 മുകളിൽ വയ്ക്കാനും, അതായത് റെസിസ്റ്റൻസിന് തൊട്ടുമുകളിൽ, ടാർഗറ്റ്സ് താഴെയുള്ള സപ്പോർട്ടായ 24,850, 24,800 ആയിരിക്കാമെന്നും പറയുന്നു. ഈ റിജക്ഷൻ എന്ന കോൺസെപ്റ്റ് വളരെ പ്രധാനാണ്. ഒരു ലെവലിൽ റിജക്ഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബയേഴ്സിനേക്കാൾ കൂടുതൽ ശക്തി സെല്ലേഴ്സ് കാണിക്കുന്നു എന്നാണ്. കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ ഈ ഒരു പവർ പ്ലേ വിഷ്വലായിട്ട് കാണിച്ചു തരും. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേയിൽ വില നന്നായി മുകളിലോട്ട് പോയി, പക്ഷെ ക്ലോസിങ്ങിനോടടുത്ത് സെല്ലേഴ്സ് അതിനെ താഴെ കൊണ്ടുവന്നു. അതൊരു വീക്ക്നെസ്സാണ് ആ ലെവലിൽ. അത് കണ്ടാൽ ഒരു ഷോർട്ട് എൻട്രിക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ അനാലിസിസ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഷോർട്ട് എൻട്രി സാധ്യത. ഇത് തൊട്ടടുത്ത സപ്പോർട്ട് ലെവലായ 24,780 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോഴാണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറയാം അല്ലേ? അതെ, ബ്രേക്ക്ഔട്ടിന്റെ ഓപ്പോസിറ്റ്. ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ആയാൽ പിന്നെ താഴോട്ട് പോകാൻ വഴി തുറന്നു കിട്ടുകയാണ്. ഈ അനാലിസിസ് പറയുന്നത് 24,780 താഴേക്ക് വില പോകുമ്പോൾ നല്ല ബെയറിഷ് വോള്യത്തോടെ, അതും ശ്രദ്ധിക്കണം, നല്ല സെല്ലിംഗ് പ്രഷറോടെയാണ് പോകുന്നതെങ്കിൽ ഷോർട്ട് ചെയ്യാൻ നോക്കാമെന്നാണ്. സ്റ്റോപ്പ് ലോസ് 24,820 മുകളിൽ വയ്ക്കാനും, ടാർഗറ്റ്സ് അടുത്ത സപ്പോർട്ട് സോണായ 24,700 അല്ലെങ്കിൽ 24,650 പ്രതീക്ഷിക്കാമെന്നും പറയുന്നു. ഇതിന്റെ ലോജിക്കും ക്ലിയർ ആണ്. 24,780 എന്ന സപ്പോർട്ട് പോയാൽ അടുത്ത പ്രധാന സപ്പോർട്ട് ഏരിയ ആ 24,600, 24,700 സോണാണ്. അങ്ങോട്ട് വില വരാൻ സാധ്യതയുണ്ട്. ഇവിടെയും വോളിയം നോക്കണം. കുറഞ്ഞ വോള്യത്തിലുള്ള ബ്രേക്ക് ഡൗൺ ചിലപ്പോൾ ഒരു ട്രാപ്പ് ആകാം. നല്ല സെല്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആ നീക്കത്തിനൊരു ഉറപ്പുള്ളൂ. അപ്പോൾ ഈ ബൈ സെൽ സാധ്യതകളെല്ലാം നോക്കുമ്പോൾ ഈ വിശകലനത്തിന്റെ ഒരു സമ്മറി എന്താണ്? തിങ്കളാഴ്ചത്തെ മാർക്കറ്റിനെക്കുറിച്ച് ഇത് നൽകുന്ന ഒരു ഓവറോൾ വ്യൂ. നിങ്ങളിത് വായിക്കുമ്പോൾ എന്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്? ഇതിന്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് വില 24,800 മുകളിൽ നിൽക്കുന്നിടത്തോളം ഒരു പോസിറ്റീവ് ബയസ്, ഒരു ബുള്ളിഷ് ബയസ് ഉണ്ട് എന്നതാണ്. അതായത് ചെറിയ ഇറക്കങ്ങളൊക്കെ ഉണ്ടായാലും ജനറൽ ടെൻഡൻസി മുകളിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഈ അനാലിസിസ് കരുതുന്നത്. 24,800 ഒരു താൽക്കാലിക അതിർവരമ്പ് പോലെ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ 25,000 എന്ന ലെവല് ഒരു താക്കോൽ സ്ഥാനമാണ്. ശരിക്കും ഒരു ഗേറ്റ് കീപ്പറെ പോലെ ആ ലെവലിന് മുകളിൽ മാർക്കറ്റിന് സ്റ്റേ ചെയ്യാൻ പറ്റിയാൽ, അതായത് 1 മണിക്കൂറോ അതിൽ കൂടുതലോ ആ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയാൽ അതൊരു നല്ല പോസിറ്റീവ് സിഗ്നൽ ആയിരിക്കും. അങ്ങനെ വന്നാൽ 25,200, 25,300 റേഞ്ചിലേക്ക് ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാമെന്നും പറയുന്നു. ഇനി അതല്ല,
ഈ 25,000 എന്ന കടമ്പ കടക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ റിജക്ഷൻ പാറ്റേൺസ് ഒക്കെ വരികയാണെങ്കിൽ താഴെയുള്ള 24,800, 24,700 സപ്പോർട്ട് സോണിലേക്കൊരു കറക്ഷൻ, ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ മാർക്കറ്റ് നോക്കുമ്പോൾ ഈ 24,800 പിന്നെ 25,000 ഈ രണ്ട് ലെവലുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നത് അന്നത്തെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതിലെ പ്രധാന പോയിന്റുകൾ. വളരെ വ്യക്തമായി. അപ്പോൾ ഈ വിശകലനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു നിർണായക പോയിന്റിലാണെന്നാണ്. 24,800 സപ്പോർട്ടും 25,000 റെസിസ്റ്റൻസും. ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ട മെയിൻ ലെവലുകൾ. ഇത് ബ്രേക്ക് ചെയ്യുമോ അതോ അവിടെ തട്ടി നിൽക്കുമോ എന്നതിനനുസരിച്ചിരിക്കും ഷോർട്ട് ടേം ഡയറക്ഷൻ. ഓരോ സിനാരിയോയിലും എന്ത് പ്ലാനാണ് വേണ്ടതെന്ന് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് അടക്കം ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു പ്ലാനിങ്ങിന് സഹായിക്കും. തീർച്ചയായും ഈ അനാലിസിസ് ഒരു സ്ട്രക്ചർ തരുന്നുണ്ട്. തിങ്കളാഴ്ചത്തെ മാർക്കറ്റിനെക്കുറിച്ച് ചിന്തിക്കാൻ ചില ലെവലുകളും പ്ലാനുകളും തരുന്നുണ്ട്. അത് നല്ലതാണ്. പക്ഷേ ഈ ചർച്ച നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് മുഴുവൻ ടെക്നിക്കൽ കാര്യങ്ങളാണ്. വില, പാറ്റേൺസ്, വോള്യൂം, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. പക്ഷെ റിയൽ വേൾഡിൽ ഇത് മാത്രമല്ലല്ലോ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ അനാലിസിസിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ, ചില പുറമേ നിന്നുള്ള ഫാക്ടേഴ്സ്, അത് ഈ ടെക്നിക്കൽ ലെവലുകളെ എങ്ങനെ ബാധിക്കാം എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് എന്തെങ്കിലും വലിയ ഗ്ലോബൽ ന്യൂസ് വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എക്കണോമിക് ഡാറ്റ വന്നാൽ, അതും അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് എന്തെങ്കിലും വലിയ പൊളിറ്റിക്കൽ മാറ്റങ്ങൾ വന്നാൽ, അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ 24,800, 25,000 ലെവലുകളെ ചിലപ്പോൾ അപ്രസക്തമാക്കുവോ? അതോ ഈ ലെവലുകൾ അത്തരം വാർത്തകൾക്കിടയിലും പിടിച്ചു നിൽക്കുവോ? വൈൽഡ് കാർഡുകൾ വന്നാൽ എന്ത് സംഭവിക്കാമെന്നൊരു ചിന്ത കൂടി മനസ്സിൽ വെക്കുന്നത് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് മാർക്കറ്റിനെ കാണാൻ നിങ്ങളെ സഹായിക്കും. അത് വളരെ പ്രധാന പോയിന്റാണ്. ടെക്നിക്കൽ അനാലിസിസ് നല്ലൊരു ടൂളാണെങ്കിലും ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ന്യൂസ് അതിനെ ഓവർറൈഡ് ചെയ്യാം എന്നുള്ള യാഥാർത്ഥ്യം ഓർക്കണം. എന്തായാലും നിഫ്റ്റി 50യുടെ ഈ വരാനിരിക്കുന്ന ആഴ്ചയിലെ സാധ്യതകളെക്കുറിച്ചുള്ള ഈ വിശദമായ ഒരു ചർച്ചയ്ക്ക് വളരെ നന്ദി. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയമായി കാണാം.